ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് നല്ല വരികൾ പറയാട്ടോ. ശ്രീബുദ്ധൻ്റെ ഒരു വരികൾ. കണ്ണുകൾ തണുപ്പിച്ചു വരൂ, കാരണം ഇതളുകൾക്ക് പൊള്ളുന്നുണ്ടെന്ന് പൂവുകൾ. കുറച്ചുകൂടി കനമില്ലാത്ത കാൽച്ചുവടുകളുമായി നടക്കണമെന്നു വഴികൾ. വിരലുകൾ അഴിച്ചുവെച്ചു തൊടണമെന്നു തളിരിലകൾ. അങ്ങനെയൊക്കെ പൂവും വഴിയും തളിരിലയും പറയുന്നത് കേൾക്കാൻ അവന് ചെവിയുണ്ടായിരുന്നു. ഇലകളുടെ പിറുപിറുക്കലും പക്ഷികളുടെ പങ്കുവെപ്പിൻ്റെ ഹർഷാരവവും മധുരക്കുറവിനെ ചൊല്ലി മാതളമരത്തോട് ശാഠ്യം പിടിക്കുന്ന അണ്ണാൻ്റെ കുറുമ്പും ഉറുമ്പിൻ്റെ ഉരുമ്മലും അവനറിഞ്ഞു. അപ്പോഴാണ് പ്രലോഭനങ്ങൾ. രാജകുമാരനാണോ നീ? ചോര കണ്ടാൽ നിലവിളിക്കുന്ന ഭീരു. ദേവദത്തന്മാരുടെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ദുർബലന്മാരായ രാജാക്കന്മാരുടെ സേവകനാകേണ്ടി വരുന്നതിലെ നാണക്കേട് തീ പിടിച്ചതുകൊണ്ടുള്ള അങ്കലാപ്പാർന്ന ആരായലാണിത്. ചോരപ്പുഴയും ചോരക്കാഴ്ചയും കാണാനൊരിക്കലും ഇടവരുത്തരുതേ എന്ന പ്രാർത്ഥനകളുമായി നടക്കുന്ന അവൻ പറഞ്ഞു, ദേവദത്ത, എൻ്റെ ഹൃദയപേശികൾ എത്രയോ ദുർബലങ്ങളാണെന്നോ. കഠിനഹൃദയനാകാൻ എനിക്കാകുന്നില്ല. അതൊരു രാജാവിൻ്റെയോ സൈനികൻ്റെയോ ജീവിതത്തിനു വേണ്ടി നെയ്തുണ്ടാക്കിയതൊന്നുമല്ല. അതൊരു അരയന്നത്തിൻ്റേതാണ്. ആകാശത്തിലൂടെ പറന്നകന്ന പറവയെ അമ്പെയ്തു വീഴ്ത്തിയതറിഞ്ഞ് അവൻ്റെ ഹൃദയം മുറിഞ്ഞു. ശരമുന കൊണ്ട് മുറിവേറ്റത് അവൻ്റെ തന്നെ അടിപ്പള്ളയിലായിരുന്നല്ലോ. കരഞ്ഞുലഞ്ഞ അവനെ കണ്ട് ഇര അമ്പെയ്ത്തുകാരൻ്റെ അവകാശമാണെന്ന് ചിലരൊക്കെ വാദിക്കാൻ തുടങ്ങി. എന്നാൽ തൻ്റെ യുദ്ധങ്ങളിലൊരിക്കലും തോൽവിയും വിജയവുമില്ലെന്ന് അവൻ പറഞ്ഞു. കൊട്ടാരപ്പുര വിട്ട് വയൽപ്പണിക്കാരെയും ചുമട്ടുകാരെയും വണ്ടിക്കാളയെപ്പോലെ പണിയെടുക്കുന്നവരെയും കണ്ടു. ഉണക്കപ്പുല്ലിനോളം അശുവായിത്തീർന്ന ആ തീർത്ഥാടകൻ ദൂരങ്ങൾ പിന്നിടുകയാണ്. വഴിയമ്പലങ്ങളിലൂടെ നീങ്ങി പിന്നെ ഒരാശ്രമത്തിലെത്തി. അവിടുത്തെ വാസികളെല്ലാം നാലുകാലിൽ ജീവിക്കുന്നു. അത്ഭുതം കൂറിയ അവനോട് അവരിങ്ങനെ മൊഴിഞ്ഞു, ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. നട്ടെല്ലുയർത്തി വെല്ലുവിളിച്ചതിൻ്റെയും സ്വാർത്ഥമോഹത്താൽ അപരൻ്റേതൊക്കെ അപഹരിച്ചു സ്വന്തമാക്കി സൂക്ഷിച്ചതിൻ്റെയും കുത്തനെ വളർന്നതിൻ്റെയുമൊക്കെ അഹന്തയ്ക്ക്. അങ്ങനെ അന്നു രാത്രിയിൽ നിലാവ് പുതച്ചുറങ്ങുന്ന കുന്നിൻ മുകളിലെ പാറപ്പരപ്പുകളിലൊന്നിൽ വെച്ച് ഒരു മാൻപേട അവനോട് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ നിൻ്റെ അമ്മയാണ്. നിന്നോട് പാടാതിരുന്ന മൂളലും നൽകാതിരുന്ന പാലും ഞാൻ അലഞ്ഞു തിരിയുകയായിരുന്നു. പിന്നെ ആ മാൻപേട അവൻ്റെ വരണ്ട ചുണ്ടിൽ പാൽ ചുരത്തി. പിന്നെ ഇടയന്മാരോടൊത്ത് കുറേ പകലിരവുകൾ. അധികം ആവശ്യങ്ങളും ആർത്തികളുമില്ലാത്ത വിരക്തന്മാർക്കു മാത്രം അനുഭവിക്കാനാവുന്ന പ്രസന്നത അവരിലുണ്ടായിരുന്നു. അവരിലെ സരളത അവനിലേക്കും ഒഴുകിപ്പടർന്നു. ബോധിവൃക്ഷം കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇലയും ശാഖയും വേരും കൊമ്പിലെ പക്ഷിയും ചെറുപ്രാണികളും കാത്തിരിക്കുകയായിരുന്നു. പിന്നെ സമയചക്രത്തിൻ്റെ അടയാളങ്ങളൊക്കെ മാഞ്ഞു പോയി. മുഴുവൻ മനുഷ്യരോടും അവന് പിന്നെ അനുരാഗം വിടർന്നു. ഒടുവിൽ തല മുണ്ഡനം ചെയ്ത ഒരുവനെത്തി ഇങ്ങനെ പറഞ്ഞു, വൃക്ഷച്ചുവട്ടിലെ ബോധമേ, അലച്ചിലിൻ്റെയും ഭിക്ഷയുടെയും പടനായക, നിന്നേക്കാൾ മികവുറ്റ ഒരു യോദ്ധാവ് മറ്റാര്? പിന്നെ കാശ്യപൻ എന്ന ചെറുപ്പക്കാരനായ സത്യാന്വേഷിയും കുറേ ഇടയന്മാരും കൂടി നേടിയെടുക്കലല്ല, ഉപേക്ഷിക്കലാണ് ജീവിതം. സ്വന്തമാക്കലല്ല, കൈയൊഴിയലാണത്. കൂടെയുള്ളവർ കേട്ടു തുടങ്ങുകയാണ് ഏതോ പുത്തനറിവുകൾ. ഒരിക്കലും നശിക്കാത്ത സ്വത്തിനായുള്ള ദാഹമാണത്. പഴകി നശിച്ച പണസഞ്ചികൾ തേടിയുള്ള യാത്രയുടെ തുടക്കം. താങ്ക് യു.